ഹലോ ഹായ് എവറി വൺ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ചാർജ് കൾച്ചർ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡെയിലി ഡോസ് ഓഫ് മോട്ടിവേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് എങ്കിലും ഇൻസ്റ്റഗ്രാമിലാണ് എങ്കിലും അതല്ല വാട്സാപ്പിലാണ് എങ്കിലും ഫേസ്ബുക്കിലാണ് വാച്ച് ചെയ്യുന്നത് എങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ഫേസ്ബുക്ക് ലൈവിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ആരോടാണ് മത്സരിക്കേണ്ടത്? നമ്മൾ ട്രോഫികൾക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്? നമ്മൾ നമ്പർ 1 ആകാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കേണ്ടത്? അല്ല, നമ്മൾ മത്സരിക്കേണ്ടതെന്ന് വെച്ചാൽ വി ഹാവ് ടു കോമ്പീറ്റ് വിത്ത് അവർ സെൽവ്സ്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യണം? മത്സരിക്കണം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാക്കി കൊണ്ടുവരലാണ് കോമ്പീറ്റിംഗ് വിത്ത് അവർ സെൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ ശരിയാക്കി കൊണ്ടുവരിക, അതിനെ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നിലേക്ക് കൊണ്ടുവരിക. അത് നമ്മൾ മത്സരിക്കേണ്ടത് നമ്മളോടാണ്, വേറൊരാളോടല്ല. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനോട് നിങ്ങൾ മത്സരിക്കേണ്ട, നിങ്ങളുടെ പാർട്ട്നേഴ്സിനോട് മത്സരിക്കേണ്ട, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനോട് മത്സരിക്കേണ്ട. യു ഹാവ് ടു കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്. നിങ്ങൾ ബിസിനസ് മാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കോമ്പീറ്റ് ചെയ്യേണ്ടത് കോമ്പറ്റീഷനുമായിട്ടല്ല, മറിച്ച് നിങ്ങളുടെ ബിസിനസ് ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടുവരിക, നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരിക. നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലുള്ള വേറെ കുട്ടിയുമായിട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ട, അവിടെ ഫസ്റ്റ് റാങ്ക് വാങ്ങുക എന്നുള്ളതിനെക്കാട്ടിലും യു ഹാവ് ടു കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്. നിങ്ങളോട് മത്സരിക്കുക. ഇന്നലത്തെ നിങ്ങളോട് എന്ത് ചെയ്യുക? ഇന്ന് നിങ്ങൾ മത്സരിച്ചിട്ട് എന്ത് ചെയ്യണം? ഇന്നലത്തെ നിങ്ങൾ തോൽപ്പിക്കണം, ഇന്നത്തെ നിങ്ങൾ വിജയിക്കണം. സോ ഡു ദാറ്റ് എവ്രി ഡേ യു ഹാവ് ടു ഡു ദാറ്റ്. അപ്പോൾ നിങ്ങൾ മോർണിംഗ് വാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ മോർണിംഗ് വാക്ക് ഒന്നുകൂടി കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒന്നുകൂടെ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. കുറഞ്ഞ സമയത്തുള്ള മാക്സിമം കലോറി നിങ്ങൾ എന്താ പറയുക, ബേൺ ചെയ്യുന്ന തരത്തിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യുക. ഇത്തരത്തിലുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. വെച്ചാൽ കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്, നോട്ട് വിത്ത് അതേഴ്സ്. ഒരു കാര്യം നമ്മൾ മറക്കരുത്, നമ്മൾ എവറി ഡേ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് അല്ലേ? എവറി ഡേ മോർണിംഗ് എന്ന് പറയുന്ന ടൈമുണ്ട്. കാലത്ത് 5 മണി എണീറ്റത് മുതൽ ഒരു 9 മണി വരെയുള്ള സമയമുണ്ട്. അതെന്ന് പറയുന്നത് പ്രിപ്പറേഷനാണ്. യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദ വാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. സോ പ്രിപ്പയർ ഫോർ ദ വാർ. അപ്പോൾ ഈ കോമ്പറ്റീഷൻ നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് നമ്മളോടാണെന്ന് പറഞ്ഞു. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യണം. ഏത് ലെവലിലേക്ക് എനിക്ക് എത്തണം എന്നുള്ളത് ആ ബെഞ്ച് മാർക്കിലേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്കതിന് സാധിക്കുമെന്ന് ഒരു സംശയം വേണ്ട. യു ക്യാൻ ഡു ദിസ്. ആൻഡ് നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ യെസ് ഐ ക്യാൻ റിപ്പീറ്റ് ആഫ്റ്റർ മീ. യെസ് ഐ ക്യാൻ ആൻഡ് യെസ് ഐ വിൽ ആൻഡ് യെസ് ഐ മസ്റ്റ്. യെസ് ഐ ക്യാൻ, യെസ് ഐ വിൽ, യെസ് ഐ മസ്റ്റ് എന്ന് പറയുക. ഞാൻ എന്നോട് കോമ്പീറ്റ് ചെയ്യണം, എന്നെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരണം, അതിന് സാധിക്കട്ടെ എന്ന് മാത്രം വിഷ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഇസ് ഷാഫി മുഹമ്മദ്. സീ യു ടുമോറോ വിത്ത് അനദർ വീഡിയോ. ബൈ, ടേക്ക് കെയർ.